മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയക്കേണ്ട ആവശ്യമില്ല. ഇതാണത്. ഞാൻ ആരുടെയും വാതിലിൽ മുട്ടിയിട്ടില്ല എന്ന് ഇന്ദ്രൻസ് പറയാൻ കാണിച്ച ആർജവവും ധൈര്യവും, പറയാൻ നട്ടലുള്ള, അല്ലെങ്കിൽ അതിന് മാത്രം ധൈര്യമുള്ള, ചെയ്തിട്ടില്ല എന്ന് സ്വയം ബോധ്യമുള്ള എത്ര നടന്മാർ മലയാളത്തിലുണ്ട്? വേറെ ആരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്? ഇതിനെതിരെ പ്രതികരിച്ച് ആകെ പറഞ്ഞേക്കുന്ന ജഗദീഷ് മാത്രമോ? വേറൊരൊറ്റ നടനും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ പ്രതികരിക്കുമല്ലാതെ. ഞാനത് ചെയ്തിട്ടില്ല, അതെന്നെക്കുറിച്ചല്ല എന്ന് പറയാൻ ആർജവമുള്ള ഒരു നടനും വേറെ മലയാളത്തിൽ ഇതുവരെ ഇത്രയും ദിവസത്തിനിടയ്ക്ക് വന്നിട്ടില്ല. കിടന്നു തന്നാൽ അവസരം തരാമെന്ന് പറയുമ്പോൾ ആ അവസരം വേണ്ട, ഞാൻ എനിക്കറിയാവുന്ന മാന്യമായ തൊഴിലെടുത്ത് ജീവിച്ചോളാം എന്ന് പറയാൻ അവനവൻ്റെ കഴിവിൽ വിശ്വാസമില്ലാത്ത സ്ത്രീകളും ഇതേ കാറ്റഗറി തന്നെയെന്ന് ഞാൻ പറയുള്ളൂ. ഞാനീ പറഞ്ഞേക്കുന്ന രണ്ട് കാര്യങ്ങൾക്കും അപ്പുറം ബാക്കിയുള്ളവരുടെ പലരുടെ അവസ്ഥ മുതലെടുത്തുകൊണ്ട് കയറി പിടിക്കാൻ ശ്രമിച്ചേക്കുന്ന ഒരുപാട് പേരുണ്ടെന്നല്ലേ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വരുന്നത്. വാതിൽ മുട്ടുന്നവനും ഈ പറഞ്ഞേക്കുന്ന കയറി പിടിക്കുന്നവനും അടക്കമുള്ള സകലവന്മാരെയും പിടിക്കണം. സകലവന്മാരെയും കേസിൻ്റെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം. എൻ്റെ അഭിപ്രായത്തിൽ ഹേമ കമ്മീഷൻ ഒരു കാര്യം കൂടി ശുപാർശ ചെയ്യണമായിരുന്നു. ഈ നടികളുടെ എല്ലാം ഈ മൊഴികൾ രഹസ്യമായിട്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് രേഖപ്പെടുത്തി കേസ് ഫയൽ ചെയ്യാനുള്ള, ഇവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള കാര്യങ്ങളൂടെ ഒന്ന് ശുപാർശ ചെയ്യണമായിരുന്നു. എന്നാണ് നമ്മുടെ സ്ത്രീകൾക്ക് ഈ പറഞ്ഞേക്കുന്ന പോലെ എനിക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ വേണ്ട, എനിക്ക് എൻ്റെ കഴിവിനനുസരിച്ച് അവസരം വരുമ്പോൾ ഞാൻ അഭിനയിച്ച് കയറി വന്നോളാം, എനിക്ക് ഇങ്ങനെ കിട്ടുന്ന അവസരം വേണ്ട എന്ന് പറയാനും പബ്ലിക്കായിട്ട് പ്രതികരിക്കാനും പറ്റുമെങ്കിൽ ചെറുപ്പൂരി അവൻ്റെ കർണക്കുറ്റി അടിക്കാനുള്ള ധൈര്യമില്ലാണ്ട് പോകുന്നത്? ഇതിൻ്റെ ചതിക്കുഴികൾ അറിയാണ്ട് പെട്ടുപോയേക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. ഈ പറഞ്ഞേക്കുന്ന രാത്രി കഥകിയും മുട്ടവും ഈ അഭിനയിക്കാൻ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി കയറി പിടിക്കുകയൊക്കെ ചെയ്ത് ഒരുപാട് ദുരനുഭവം നേരിടേണ്ടി വന്ന ആളുകൾ. അവർക്ക് എല്ലാവർക്കും പറ്റുമെങ്കിൽ ഇവർ പബ്ലിക്കായിട്ട് തന്നെ ഇവരുടെ ആളുകളുടെ പേര് പറയണമെന്ന്. ആരെയും എന്തിനാണ് സംരക്ഷിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് സംരക്ഷിക്കുന്നത്? ഇനി എന്തിനാണ് പേടിക്കേണ്ട കാര്യം ഇരിക്കുന്നത്? ഇപ്പോഴും നിങ്ങളിത് പേടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. നാളെയും ഇത് ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും.